ഹലോ ആ ഏട്ടാ ഞാൻ റെഡി ആയിട്ടിരിക്കുക. ആ പെട്ടെന്ന് വരാം. ആ ശരി ശരി. ആ ചേട്ടായി കോഫി ചായ നമ്മൾ രാവിലെ എവിടെയെങ്കിലും പോകുമ്പം സുന്ദരിയായ ഭാര്യയുടെ നിന്ന് സുന്ദരമായ ഒരു ചായ മേടിച്ചു എന്നും ഇതുപോലെ ഇതേ ചായ തന്നെ തരണേ മോളെ. എന്നും എങ്ങനെയാ ഇതേ ചായ തരിക? നാളെ ഞാൻ വേറെ ചായ ഉണ്ടാക്കി തരാം. കൗണ്ടറാണി കൗണ്ടർ അടിക്കല്ലേ ചായ കൂട്ടാ കട്ടൻ അമ്മ. അല്ലെങ്കിൽ അവന് എന്നും എന്റെ കട്ടൻ കുടിച്ചാലേ തൃപ്തിയാവുള്ളൂ. ഇപ്പൊ അവള് വന്നതിന് ശേഷം അവളെ പാൽ ചായ ഇറങ്ങുള്ളൂ. പെൺകോന്തായി. അല്ല ഞാൻ രണ്ടുപേരുടെയും ചായ കുടിക്കൂല്ലോ ഞാൻ. അമ്മ പറയണത് ഞാൻ കേൾക്കും, ഇവള് പറയണത് ഞാൻ കേൾക്കും. ചേട്ടാ അതൊന്നും കേക്കണ്ട. ചായ കുടി, കട്ടൻ കുടി, ചായ കുടി, കട്ടൻ കുടി, ചായ കുടി, കട്ടൻ കുടി, ചായ കുടി, കട്ടൻ കുടി. കൊട്ടം കളിക്കാതറ. ഞാൻ നിന്റെ അമ്മയാണ് പറയണത്. മര്യാദക്ക് നീ ഈ കട്ടൻ കുടി. നിന്നെ പെറ്റത് ഞാനാ. അമ്മയാണ് പെറ്റതെങ്കിൽ ഇവിടെ പെട്ടത് ഞാനാ. നീ അറിഞ്ഞില്ലേ ആ ചായയുടെ പകുതി കുടിച്ച്, ആ ചായയുടെ പകുതി നീ കുടിച്ച്, അമ്മ ആ കട്ടന്റെ പകുതി കുടിച്ച്. ഓക്കെ ഇല്ലേ? രണ്ടുപേരുടെ പ്രശ്നങ്ങൾ തീർന്നില്ല. വാട്ടച്ചായ. ഓ വാട്ടേ ചായ. രണ്ടുപേരുടെയും പ്രശ്നങ്ങൾ തീർന്നില്ല. അമ്മേ സത്യത്തിൽ എന്താ അമ്മയുടെ പ്രശ്നം? കണ്ടോ 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 അവൻ പറയണത് കേട്ട. സത്യത്തിൽ എന്താ അമ്മയെ പ്രശ്നം? അപ്പൊ അത് പറയണായിട്ട് വിചാരിക്കും ഞാനാണ് ഇവിടുത്തെ പ്രശ്നക്കാരി, അവളല്ലെന്ന്. അയ്യോ അമ്മ ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. കണ്ടോ 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 കടല് കണ്ടിട്ടെത്ര നാളായി ഏലോ ഏലോ ഏലേലോ. ആകെ 4 സെന്റ് ഉണ്ട്. അതിൽ നിങ്ങൾ എവിടെ ഏലം നടാൻ പോണു? നിങ്ങൾ ഏലവും വേണ്ട, നിങ്ങളുടെ കുരുമുളകും വേണ്ട. അപ്പൊ ഞാനാണല്ലേ പ്രശ്നം? ഞാനാ പ്രശ്നം. അല്ലല്ല നിങ്ങൾ രണ്ടുപേരും അല്ല പ്രശ്നം, ഞാനാണ് ഇവിടുത്തെ പ്രശ്നം. വേണ്ടടാ വേണ്ട, നീ ഒരു പ്രശ്നവും ഏറ്റെടുക്കണ്ട. ഈ അമ്മ എന്നടാ നിന്റെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഈ അമ്മ ഈ കുടുംബത്തിൽ നിന്ന് പോയാൽ നിന്റെ എല്ലാ പ്രശ്നവും തീരും. ഞാൻ വല്ല വൃദ്ധസദനത്തിൽ പോയി കിടന്നോളാം. അമ്മയെ വൃദ്ധസദനത്തിൽ വിടല്ലേ, അമ്മയെ വൃദ്ധസദനത്തിൽ വിടല്ലേ. പറഞ്ഞ കേട്ടമ്മ, അമ്മ വൃദ്ധസാധനത്തിൽ വിട്ടിട്ടും അമ്മയ്ക്ക് അവളോട് സ്നേഹമുണ്ടമ്മേ, അറിയാമോ? എക്കോസിസ്റ്റമല്ല വർക്ക് ചെയ്യാനായിട്ട്. അതുകൊണ്ടൊന്നല്ല, അമ്മയെ വൃദ്ധസദനത്തിൽ വിട്ടാലേ അവിടെ ഉള്ളവരെ തമ്മി തെറ്റിച്ച് 4 വഴിക്കാക്കി ആ വൃദ്ധസദനം ഒരു അനാഥ മന്ദിരാക്കും. അങ്ങനെ ഞാൻ സമ്മതിക്കത്തില്ല. നിങ്ങളെ ഇവിടെ കിടന്നാ മതി. മരം കൂടെ നിന്റെ വാക്കാത്തന്തയുടെ പഴം കുത്തി കേട്ടു. അവള് പറയണത് കേട്ടാടാ. അവള് എന്റെ പ്രായത്തിന് അവള് എന്റെ തടി അത് മനസ്സിലാക്കാത്തത്. നിന്നേക്കാൾ എത്ര വയസ്സിന് മൂത്ത തടിയാ? ഒറ്റ കാരണം കൊണ്ട് ഈ തള്ള ഞാൻ വെറുതെ വിട്ടു. അല്ലെങ്കിൽ നീ എന്തിനോടി എന്നെ തല്ലുകൂടി? മാറി നിൽക്കാൻ കൊടു. നീ നിർത്തണ്ടടാ. ഞാൻ എന്നെ തല്ലൂടാ. ഇത് മരടിലെ ഫ്ലാറ്റ് അല്ല, ഇടിച്ച് താത്തിക്കളെ. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ മരുന്ന് മേടിച്ചു തന്നെ. അപ്പോഴും അവന് ഞാൻ അടിച്ച് ചാവൂന്നല്ല, അവൻ എനിക്ക് മരുന്ന് വാങ്ങിച്ചു തരുന്ന കണക്കാണ് പറയണ. ഇത്രയും കാലം നീ എനിക്ക് മരുന്ന് വാങ്ങിച്ചു തന്ന കണക്കല്ലടാ നീ. എന്നെ ധിക്കരിക്കരുത്. നീ നരകത്തിൽ പോകും. നീ നരകത്തില്. അല്ലെങ്കിൽ ഞാൻ സ്വർഗത്തിലല്ലേ ഇവിടെ മലന്ന്. അതെ നിങ്ങളുടെ മോയൊക്കെ ആയിരിക്കും. എന്റെ ഭർത്താവിനെ പ്രാവിയാലുണ്ടല്ലോ, എന്റെ ഭർത്താവിനെ പ്രാവി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ശപിക്കുന്നല്ലോ. പിന്നെ അവളെ ഭർത്താവ് എടി ശൂന്യക്കാരി, എടി മറ്റേ കൂടാത്രക്കാരി, കൈവശം കൊടുത്തിട്ടല്ലേടി എന്റെ ചെറുക്കനെ നീ മയക്കിയെടുത്തത്. നിങ്ങളിത് വല്ലതും കേൾക്കുന്നുണ്ടോ? എന്നെ കെട്ടിയിട്ട് 1 മാസമായി. ഇതുപോലെ സമാധാനം തരാത്ത ഒരു തള്ളയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇവിടെ സമാധാനം കിട്ടാതെ 2 ആഴ്ച ഞാൻ എന്റെ വീട്ടിൽ പോയി നിന്ന് അവിടെ ഈ തള്ള ഫോൺ ചെയ്ത് എന്റെ സമാധാനം കളഞ്ഞ്. അതാണ് വർക്ക് ഫ്രം ഹോം. ഞാൻ എന്തിനാ ചേട്ടാ ഇവിടെ നിൽക്കുന്നത്? നിങ്ങളെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അനിയനെ കൊണ്ടൊരു പെണ്ണ് കെട്ടിക്കണം. അയ്യോ അവൻ വല്ല വൃത്തിയോടെ കാണിച്ചു നിന്നോട്. അവൻ എന്റെ ചെറിയൊരു ഉള്ള സ്വഭാവം ഉണ്ട്, അവൻ ഉള്ളു നോക്കുന്ന സ്വഭാവം ഉണ്ട്. അവൻ അങ്ങനെ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ നീ പറയാം. ഒന്നുമല്ല, എന്നെ കൊണ്ട് ഈ തള്ളയെ സഹിക്കാൻ വയ്യ. നിങ്ങളുടെ അനിയൻ പെണ്ണ് കെട്ടുമ്പോ ആ പെണ്ണും കൂടെ വരും. ഞങ്ങൾ 2 പേരും കൂടെ ഈ തള്ളയെ ഒരു മര്യാദ പഠിപ്പിക്കും. അയ്യടി മനമേ, തീപ്പട്ടി കോലെ ഒരക്കമ്പ കത്തും. എടി നിനക്കൊക്കെ 2 പെണ്ണുങ്ങൾക്കും കൂടി എന്റെ പെരേ വന്നിടന്ന് എന്നെ ഭരിക്കാനല്ലേ? അത് ഞാൻ സമ്മതിച്ചേരൂലടി. എന്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ എന്റെ ഇളയ ചെറുക്കനെ ഞാൻ കെട്ടിക്കൂല. അവ ഇവിടെ കിടന്ന് മുതുക്കടിച്ച് മുറ്റടിച്ചാ പോലും ഞാൻ അവളെ കെട്ടിക്കൂലടി. നോക്കിയിരുന്നപ്പോൾ ഒരു തള്ളയാണോ തള്ള? ഇതുപോലൊരു തള്ള ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സ്വന്തം മോനെ കെട്ടിക്കാതെ വിടുന്ന ഈ തള്ള എന്തൊരു തള്ളയാ? എന്തിനാ ചേട്ടാ, എന്തിനാ ഞാൻ ജീവിച്ചിരിക്കണേ? എന്തിനാ ജീവിച്ചിരിക്കണേ? ജീവിച്ചിരിക്കണൊക്കെയാണ്. എന്തിനാ ജീവിച്ചിരിക്കണേ? നീ ഞാൻ ചിരിക്കുമ്പോ ഏതോ ജീവിച്ചിരിക്കണ പോലെ എനിക്ക് തോന്നുന്നു. അതാ ഞാൻ പറഞ്ഞു.
ഞാൻ ജീവിയാലേ, നീ അങ്ങനെയല്ല, ഞാൻ ജീവിയാലേ. നീ എന്റെ ജീവനല്ലേ. മനസ്സ് മനസ്സ് മുറ്റത്തെ തുളസി പോലെ ചേട്ടാ, പാഴിരുൾ വീണു കെട്ടി നിന്റെ പാദങ്ങൾ തൊട്ടപ്പോൾ പൗർണമി. എടാ കുട്ടാ, അമ്മ മഴക്കാറിൻ കണ്ണീറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. ചേട്ടാ, എനിക്ക് രണ്ടുപേരെ കൂടെ നടുക്കിടുന്ന കരമൊക്കെ ഗാനങ്ങൾ കളിക്കാൻ പറ്റിയല്ല. എനിക്ക് ഓഫീസിൽ പോണം, ഞാൻ ഉള്ള കാര്യം നീ പറഞ്ഞു. ഓഫീസിൽ പോ, മക്കൾ ഓഫീസിൽ പോണം. പക്ഷെ അതിന് മുന്നേ എനിക്കൊരു കാര്യം അറിയണം. എന്താണ്? നീ കുളിക്കാൻ എണ്ണ തേച്ചാടാ? ആ, ആ, ആ. നീ തലേ തേച്ച എണ്ണ അവള് കാച്ചിയ എണ്ണയാണോ അതോ അമ്മ ആട്ടിയ എണ്ണയാണോ? അതെനിക്കറിയണം. അമ്മ ഇങ്ങനെയല്ലേ ഉദ്ദേശിച്ചേ? ഇവിടെ ആയിപ്പോയി സംഭവം. ഇത് സത്യമായിട്ട് ഞാൻ അമ്മ ആട്ടി എണ്ണ തേച്ചത്. നീ കള്ളമല്ലേടാ ഇല്ല ഇല്ല, ഞാൻ കള്ളം പറയൂല. എന്റെ തലേ തൊട്ട് സത്യം ചെയ്, അമ്മയുടെ തലേ തൊട്ട് സത്യം ചെയ്. നീ ഞാൻ അമ്മ ആട്ടി എണ്ണയാണ് ഞാൻ തേച്ചത്. എന്റെ കാച്ചിയത് വേണ്ട. അപ്പൊ എന്റെ കാച്ചി എണ്ണ വേണ്ട. കാച്ചി എണ്ണ വേണം. ഞാൻ ആർക്ക് വേണ്ടി കാച്ചുന്നു? എനിക്ക് വേണ്ടി കാച്ചണം. വേണ്ട, കാച്ചണോ? ആ, ഇല്ലേ പിന്നെ എനിക്ക് ഇങ്ങനെ. ഞാനിനി ആർക്ക് വേണ്ടിയും കാച്ചുന്നില്ല. കണ്ടാ, ഉണ്ട കണ്ണും കൊണ്ട് തള്ള ഗോഷ്ടി കാണിക്കുന്ന കണ്ട തള്ള ഗോഷ്ടി കാണിക്കുന്ന കണ്ട. നിങ്ങൾ രണ്ടുപേരും കാച്ചണ്ട, ആട്ടണ്ട. ഞാൻ ഇനി കുളിക്കണില്ല. പ്രശ്നം കണ്ടോ 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 എന്റെ പിള്ളേ, അവള് നീ ഒരു ഒറ്റകൊരുത്തിക്കാരനോട് എന്റെ പിള്ളേ നീ കുളിനാറിയാക്കിയിടി. അയ്യടി മനമേ, ഞാൻ വന്നതിന് ശേഷമാണ് അങ്ങേര് വെള്ളം കണ്ടത്. ഓ പിന്നെ നീ പറഞ്ഞതിന് മുന്നേ അവൻ നിന്റെ വീട്ടിൽ വന്നാടി കുളിച്ചോട്ടെ. എന്റെ പിള്ളേ പ്രസവിച്ച് വളർത്തി കുളിപ്പിച്ച് ഇത്രയൊക്കെ ആക്കിയത് ഞാനാണ്. അയ്യോ, പ്രസവിച്ച കാര്യമൊന്നും പറയണ്ട, വളർത്തുകൂടം കണ്ടറിയാലോ. നീ കൂടുതലും അനാവശ്യം തല്ലി തീർക്കാടി. നീ വാടി. അയ്യോ, ഞാൻ ടീന്ന് വിളിച്ചു, സോറി അമ്മ. നീ വാടി തല്ലി തീർക്കാടി. തള്ള ഞാൻ അവിടെ മാറി നിക്കണോ? എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. നമ്മൾ പെണ്ണ് കാണാൻ പോകുമ്പം പെണ്ണിന്റെ ചെറുക്കന്റെയും ജാതകാലം നോക്കണ്ട, പെണ്ണിന്റെയും ചെറുക്കന്റെ അമ്മയുടെയും ജാതകം നോക്കണം. നിർത്ത് നിർത്ത്, ആൾക്കാരൊക്കെ കണ്ടോണ്ടിരിക്കുകയാണ്. അവർ കണ്ടെന്ന് ചിരിക്കണം. എന്തിനാ അയൽക്കാരെ കൊണ്ട് പറയിപ്പിക്കുന്നു? കേറിപ്പോ രണ്ടു ഭാഗത്ത് പോ.